വാങ്ങുന്നത് വാങ്ങാത്തത് എല്ലാം നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. വിഴിഞ്ഞം കടപ്പുറത്ത് എന്ത് മീനുകളാണ് വരുന്നത്, അതിൻ്റെ റേറ്റും കാര്യങ്ങൾ എന്താണ്, അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വില കൂടിപ്പോയാൽ വാങ്ങാതെ പോവുക, വില കുറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക, അതെല്ലാം അവരവരുടെ ഇഷ്ടം. 8-ാം തീയതി 1 മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്തൊക്കെ മീനുകളാണ് വരുന്നത് അത് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ ടൈം വളരെ പ്രധാനമാണ് കേട്ടോ. സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീനൊന്നും കിട്ടത്തില്ല. രാവിലെയൊക്കെ മീനുകൾ കുറവാണ്. 1 മണി, 2 മണി, 3 മണി, മാക്സിമം ഒരു 4 മണിയാണ് അത്യാവശ്യം കുറച്ച് മീനൊക്കെ കൂടുതൽ വരുന്ന സമയം. അപ്പോൾ നിങ്ങൾ വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മീൻ വാങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാതെ പോവുക. വിഴിഞ്ഞം കടപ്പുറത്ത് ഈ സമയം 1 മണിക്ക് ശേഷം എന്തൊക്കെ അവസ്ഥയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലേലവിളിയും കാര്യങ്ങളും അതാണ്ട് അവിടെ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. കണ്ടല്ലോ, ഈ 1 മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു അത്യാവശ്യം തിരക്കും കാര്യങ്ങളും കണ്ടല്ലോ. നമ്മുടെ കൂട്ടുകാർ വരുന്നതെല്ലാം മട്ടുപണി, മായിക്കാപ്പണിക്കുള്ള വള്ളക്കാരാണ്, പാരിലൊക്കെ പോയിട്ട് വരുന്ന വള്ളക്കാരാണ് കേട്ടോ. എന്തൊക്കെ മീനാണെന്ന് ഞാൻ താഴെ പോയി ഒന്ന് കാണിച്ചു തരാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മീൻ അത്യാവശ്യം നല്ല റേറ്റാണ്. നേരത്തെ പോലെ മീനിന് വില കുറവ് എന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ നിൽക്കേണ്ട. അത്യാവശ്യം കറിക്കൊക്കെ മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ പരിസരത്തുള്ള ചന്തകളിലോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ആളുകളെ കയ്യിൽ നിന്നോ വാങ്ങുക. നേരെ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 700 കൂട്ടിയണ്ട, 700 രൂപ അടിക്കും. 2000 രൂപ, 500, 500, 500, 50, 550, 650, 50, 700, 700 രൂപ, 750, 50, 800 രൂപ, 2800, 800 രൂപ, 850, 2 കളി, 900, 950, 3000, 3000 രൂപ, 3000, 50, 3100, 3100 രൂപ, 100, 100 രൂപ, 3100. ഉണ്ടാക്കിയെന്നൂടെ 3100, 100 കൂട്ടണ്ട, 3100, 100 രൂപ എടുക്ക്. 50, 200, 200, 250, 50, 1400, 400, 400, 400, 1400, 400, 450, 50, 50, 50, 1450, 500, 500, 1500, 500, 500, 500 കൂട്ടണ്ട, 550, 50, 50, 50, 1550, 600, 600, 600, 600 കിട്ടണ്ടേ? 1200 എടുത്തു. മട്ടുപ്പണിക്കുള്ള വള്ളക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ചേമീൻ, തമ്പാൻ, കലവ, ഇമ്പൂരം, വെള്ളക്ലാത്തി, അതുപോലെ CD എന്നറിയപ്പെടുന്ന നാവിയക്കാര, അങ്ങനെ കുറേ മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലേലവിളിയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ജനുവരി 8-ാം തീയതി 1 മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊണ്ടുവന്നത് പല്ലംപോള എന്ന് പറയുന്ന മീനാണ്. അത് നോക്കാം നമുക്ക്. 500, 500, 500, 550, 50, 600, 1600, 600, 600 രൂപ. 1600 രൂപയ്ക്കാണ് പല്ലംപോള ലേലത്തിൽ പോയത്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടത് ചേമീൻ്റെയും അതുപോലെ കണ്ണംപോള, കണ്ണം മീൻ, അങ്ങനത്തെ മീനുകളുടെ ലേലവിളിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കണ്ടതാണ് ആ മഞ്ഞ കളറുള്ള സാധനമാണ് പല്ലംപോള എന്ന് പറയുന്ന സാധനം. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. മലങ്കൊഴിയാളയാണ്. മലങ്കൊഴിയാള എന്ന് പറയുന്ന സാധനമാണ്. ലേലവിളി നോക്കാം. കുറച്ച് വിളിയുമ്പേ 1500 രൂപ, 500, 50, 600, 600, 650, 700, 750, 50, 800, 1850, 50, 900, 950, 50, 950, 2000, 2050, 50, 2050, 50, 2050, 100, 100 രൂപ, 2100 രൂപ, 2100, 2100 കൂട്ടില്ല, 2100, 4600 രൂപ കിട്ടും. വലിയ ഉള്ളത്, സൈസുള്ളത്. അങ്ങനെ പിന്നെ ചൂരയും മറ്റേ ഇമ്പൂരവും എല്ലാം കൂടെയൊക്കെ രാവിലെ ഒന്ന് ആ വള്ളങ്ങൾക്ക് തന്നെ പണി. ഇപ്പോൾ ഉള്ളവർക്കൊക്കെ 10,000, വേറെ പണിയില്ല, മീനില്ല. ഈ പാറിലുള്ള മീൻ മാത്രം തന്നെ ഉണ്ട്. ഇമ്പൂരവും പാതിപ്പരവായും പല്ലംപോളയും ചൂരായിട്ടേ ഇല്ല. ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് കല്യാണമില്ലേ? ഇന്നലെയോ എടുത്തില്ല. ഞാൻ തന്നെ പറഞ്ഞു, അണ്ണ ഞാൻ വിളിച്ചെടുത്തില്ല, നീ വിളിച്ചിട്ട് പറ പൊള്ളല് ഉണ്ട് കാര്യം. ഞാൻ ആശുപത്രി 5 ദിവസമായി ഇത്ര മീനുള്ള 5 ദിവസം കടലിൽ തങ്ങിക്കിടന്ന് ആകെപ്പാടെ കിട്ടിയ മീൻ ഇത്രയൊന്നാണ് പറയുന്നത്. നമ്മുടെ പമ്മിച്ചേട്ടൻ്റെ വെള്ളത്തിലുള്ളതാണ് കേട്ടത്. 5 ദിവസം കടലിൽ തങ്ങിക്കിടന്ന് ആകെ കിട്ടിയ മീൻ
എത്ര എണ്ണ നഷ്ടമായി? കീലൊന്ന് പേര് വരുന്നു. എത്ര എണ്ണ നഷ്ടമായി? 500 എണ്ണ. 500 എണ്ണ നഷ്ടം. ആകെ കിട്ടിയത് ഒരു വെട്ടി മീൻ, കുറച്ച് കൊഴിയാളയും ചാക്കാണിക്കാരയും. ജനുവരി 8-ാം തീയതി ഉള്ള ഒരു കാഴ്ചയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ച. മണ്ണെണ്ണ കൊണ്ടുപോയ ക്യാനുകളുണ്ടല്ലോ, 500 എണ്ണ നഷ്ടമെന്നാണ് പറയുന്നത്. വേറെയും ക്യാനുകൾ അപ്പുറത്തുണ്ട് കേട്ടോ. കുറച്ച് ക്യാന് മുകളിലെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ജനുവരി 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ്, വിഴിഞ്ഞത്തെ കാഴ്ചയാണ്. ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞ് മീനിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു ഏജൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന മീനുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ കാണിച്ചു തരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എത്ര പേർക്ക് ലാഭമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വള്ളം പണിക്ക് പോകുന്നവർക്ക് ഇന്ന് കടപ്പുറത്ത് എന്തൊക്കെ മീനുകൾ ഉണ്ടായിരുന്നു അതനുസരിച്ച് പണിക്ക് പോകുന്നുണ്ട്. മീൻ വാങ്ങാൻ വരുന്നവർ വരുന്നുണ്ട്, കച്ചവടക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നമ്മുടെ വീഡിയോ കൊണ്ട് ഉപയോഗം തന്നെയാണ്. അപ്പോൾ അല്ലാണ്ട് ഈ ക്യാഷോ കാര്യങ്ങളോ തന്നിട്ടല്ല ഞാനിവിടെ വീഡിയോ പിടിച്ച് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ എത്തിച്ചു തരുന്നത്. ബിഗിൽ ടൈം പ്രധാനം എന്ന് പറയുന്നത് പോലെ സമയമാണ് പ്രധാനം കേട്ടോ. ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒരവസ്ഥയിൽ മാക്സിമം നമുക്കൊരു 4-4:30 മണി കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ്. വരുന്ന വള്ളക്കാർക്ക് അത്യാവശ്യം കുറച്ച് മീനുകൾ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വള്ളം മണിക്കോ 5 ദിവസമായി കിട്ടിയ മീൻ, ഒരു പെട്ടിയിലുള്ള മീനുകൾ മാത്രം ഏകദേശം 500-ൽ കൂടുതൽ എണ്ണയും നഷ്ടം, പെട്രോള്, ഓയിൽ, അവരുടെ ചിലവും കാര്യങ്ങളും എല്ലാം നഷ്ടമാണ് കേട്ടോ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ.